അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാ. പിന്നെ കേൾക്കാനല്ലേ, ചെറിയൊരു പനി ഉണ്ടായിരുന്നു, ഇപ്പൊ മാറിയുണ്ട് അൽഹംദുലില്ലാ. എന്നാലും ശബ്ദത്തിൽ ചെറിയൊരു പതർച്ച ഉണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്ന് പറയണേ ഇൻഷാ അല്ലാ. പിന്നെ നമ്മള് മുമ്പ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഖുറാന്റെ ഭാഷാത്ഭുതങ്ങൾ, ഓരോ പദത്തിന്റെ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഒരു പദത്തിനെ തന്നെ കുറിക്കാൻ ധാരാളം വ്യത്യസ്ത പദങ്ങൾ ഉണ്ടാവും. അല്ല, പണ്ടൊരു കുറെ മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, സുഹൃത്തിനെ കുറിക്കാൻ ധാരാളം പദങ്ങൾ ഉണ്ടായിരുന്നു. പരിശുദ്ധ ഖുറാനിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഓരോ വാക്കിലും ഓരോ സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങൾ മാറുന്നുണ്ട് അല്ലെ. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മള് മഴ എന്ന പദത്തിനെ കുറിക്കാനും പരിശുദ്ധ ഖുറാനിൽ ധാരാളം വ്യത്യസ്ത പദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും, ഇപ്പൊ മലയാളത്തിൽ നമുക്കറിയാം, ഒരു സൂര്യൻ എന്നുള്ള ഒരു വാക്കിലെ സൂര്യനെ എടുക്കുകയാണെങ്കിൽ ധാരാളം പര്യായ പദങ്ങൾ ഉണ്ടാവും അല്ലെ. സൂര്യനെ തന്നെ ആണെങ്കിൽ അർക്കൻ, ആദിത്യൻ, പ്രഭാകരൻ, ദിവാകരൻ, കുറെ പര്യായ പദങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ എല്ലാം നോക്കുമ്പോ സൂര്യൻ അല്ലെ. അതേപോലെ ഇവിടെയും നമുക്ക് മഴയെ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മത്തോറ്, ഓയിസ്, പിന്നെ വതുപ്പ്, കുറെ ധാരാളം പദങ്ങൾ കാണാം. പക്ഷെ എല്ലാം ഒന്നെങ്കിൽ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മഴ അല്ലെങ്കിൽ റെയിൻ എന്ന് നമുക്ക് അങ്ങനെ പറ്റുള്ളൂ അല്ലെ. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ പരിശുദ്ധ ഖുറാനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോന്നിനും ഓരോ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഓരോ സന്ദർഭത്തിന് യോജിച്ച രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതില് നമ്മൾ ആദ്യത്തെ പദം നോക്കുകയാണ് ഇൻഷാ അല്ലാ. മഴയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആയത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകില്ല, എന്നാലും ഇൻഷാ അല്ലാ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്തെ പറയുന്ന വാക്ക് സൊയ്യിബ്. സൊയ്യിബ് എന്നുള്ള പദം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ. നമുക്ക് അറിയാം, മഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് പ്രാർത്ഥിക്കുമ്പോ അല്ലാഹുമ്മ സൊയ്യിബൻ നാഫിയൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ്. ഒരു സെക്കൻഡ്. കേൾക്കാമല്ലോ അല്ലെ. ഇടയ്ക്ക് ഫോണിനൊരു കംപ്ലൈന്റ്. ഇൻഷാ അല്ലാ. പിന്നെ ആദ്യത്തെ പദം നമ്മൾ പറഞ്ഞത് സൊയ്യിബ്. സൊയ്യിബ് എന്നുള്ള പദം എന്താണ്, നമ്മള് ഈ പറഞ്ഞ പോലെ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ അല്ലാഹുമ്മ സൊയ്യിബൻ നാഫിയ. അത് നമുക്ക് സൂറത്ത് ബഖറയിൽ കാണാൻ സാധിക്കും അല്ലെ. 19-ാമത്തെ ആയത്തില് പറയുന്നുണ്ടല്ലോ, അല്ലെ. അവിടെ എന്താ പറയണത്? കപട വിശ്വാസികളെ ഉപമിക്കുന്ന ഒരു ഉപമയായിട്ടാണ് പറയുന്നത് അല്ലെ. ആകാശത്ത് നിന്ന് ചൊരിയുന്ന ഒരു പേമാരിയോടാകുന്നു അവരെ ഉപമിക്കാവുന്നത് അല്ലെ. അതോടൊപ്പം കൂരിരുട്ടും ഇടിയും മിന്നലും ഉണ്ട്. ഇടിനാദങ്ങൾ നിമിത്തം മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തിരുകുന്നു. എന്നാൽ അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പദം പറയുന്നത് സൊയ്യിബ്. സൊയ്യിബ് എന്നുള്ള റൂട്ട് ലെറ്റർ ഇതെല്ലാം ആയിഷ നല്ല വൃത്തിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. സ്വാദ് വാ ബ. സൗബ് എന്നുള്ള പദം എന്ന് പറയുന്നത് ഒരു സാധനം താഴേക്ക് വരിക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇതേ റൂട്ട് ലെറ്ററിന് വരുന്ന വാക്കുകളാണ് കേട്ടോ ഈ മുസീബത്ത്, അസ്വാബ, മുസീബത്ത് എന്നൊക്കെ പറയുന്നില്ലേ. മുസീബത്ത് നമുക്ക് അറിയാം അല്ലെ, വിപത്ത്, ഒരു അപകടത്തിന് കുറിക്കുന്നയാളോ. അതേപോലെ അസ്വാബ എന്ന് പറഞ്ഞാൽ എന്താ, ബാധിക്കുക അല്ലെ. അപ്പൊ അതെല്ലാം ഒരേ റൂട്ട് ലെറ്ററിന് വരുന്നതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു മുസീബത്തായിട്ട് തന്നെയാണ് വരുന്നത് അല്ലെ, ഒരു വിപത്തായിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ അപ്പം സ്വാദ് വാ ബ, ഒരു വസ്തു താഴേക്ക് വരുന്നതിനാണ് സൗബ് എന്ന് വരിക. അതിൽ നിന്നാണ് സൊയ്യിബ് എന്നുള്ള പദം വരുന്നത്. അപ്പൊ ഇവിടെ ഇയാൾക്കൊരു ശ്രദ്ധയും കൂടി ഉള്ളത് കൊണ്ട് ആ ഒരു പദത്തിനെ ഒന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നത് ഒരുപാട് ഒരു സാധനം ഒരുപാട് താഴേക്ക് വരിക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. അപ്പം പേമാരി അല്ലെ, നമുക്കറിയാം സൊയ്യിബ് എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ പേമാരി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ പദമായിട്ട് വരുന്നത് കേട്ടോ, സൊയ്യിബ്. ഇനി നമുക്ക് ബക്കറയിൽ തന്നെ രണ്ട് പദങ്ങൾ കൂടി കാണാം. അതേതാണ്? വാബില് അല്ലെ. വാബിൽ എവിടെയാ വരുന്നത്? അത് സ്വതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട്
ആണ് ഈ പദം നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. 264 ആയത്തില് അവിടെ എന്താ പറയണത്? സത്യവിശ്വാസികളെ എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യം ഉണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. അള്ളാഹുവിലും പരലോകത്ത് വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനെ പോലെ നിങ്ങളാകരുത്. അവനെ ഉപമിക്കാവുന്നത് മുകളിൽ അല്പമാത്രം മാത്രമുള്ള മുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറയോടാകുന്നു. ആ പാറമേൽ ഒരു കനത്ത മഴ പതിച്ചു. ആ മഴ അതിനെ മൊട്ടപ്പാറയാക്കി മാറ്റിക്കളഞ്ഞു. അവർ അധ്വാനിച്ചതിന്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു സത്യനിഷേധികളായ ജനതയെ ആക്കില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സ്വതക്ക അല്ലെ. സ്വതക്ക നമുക്കറിയാം, സ്വാദ് ദാൽ ഖാഫ് അല്ലെ. അതും തന്നെയാണ് നമുക്ക് എന്ത് സിദ്ദീഖ് എന്നുള്ള പദം അല്ലെ. സത്യസന്ധ ആ ഒരു പദം നല്ല റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ എപ്പോഴും സ്വതക്ക എന്നുള്ളത് സത്യസന്ധതയോട് കൂടിയായിരിക്കണം അല്ലെ. അപ്പൊ അവിടെ ആ നിയത്ത് വളരെ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണല്ലോ. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മൾ സ്വതക്ക ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു നേട്ടവും ആ ഒരു കൊടുത്ത വ്യക്തി കരസ്ഥമാക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താ അവരെ അല്ലെ കൊടുത്തത് എടുത്തു പറഞ്ഞു അവരെ ഉപദ്രവിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്വതക്ക ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതിന്റെ ഒരു ഉപമയായിട്ടാണ് ഈ വാബിൽ എന്നുള്ള പദം കടന്നു വരുന്നത്. കനത്ത മഴ. അപ്പൊ നമുക്കറിയാം ഒരു മിനുസമുള്ള പാറയിൽ ഒരു അല്പം മണ്ണ് മാത്രമുണ്ട്, മിനുസമുള്ള പാറയും കൂടിയാണ്. അപ്പൊ അതിലൊരു ശക്തിയായിട്ട് ഒരു മഴ പെയ്തപ്പോ ആ പാറ എന്ത് ചെയ്തു? ആ മണ്ണ് ഒലിച്ചു പോയില്ലേ. അതുപോലെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തിൽ ധാരാളം പേര് കൊടുക്കുന്നുണ്ടാവും അല്ലെ. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ കുറേ നമുക്ക് അറിയാം. നമുക്ക് ചുറ്റുവട്ടത്തുള്ള എത്രയോ പേര് നന്നായിട്ട് കൊടുക്കുന്നത് നമുക്കറിയാം. പക്ഷെ ഇപ്പൊ മുസ്ലിമിന്റെ കേസ് നമ്മൾ പറയും, ഓ അദ്ദേഹം കുറേ വാരി കൂട്ടുന്നുണ്ട് അല്ലെ ആഖിറത്തിന് വേണ്ടി. നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ. കാരണം ആ കൊടുക്കുന്ന വ്യക്തിയുടെ നിയത്ത് അത് അദ്ദേഹത്തിനും അള്ളാഹിനും മാത്രമേ അറിയുള്ളൂ. നാളെ അത് പ്രയോജനപ്പെടുകയോ പെടുമോ ഇല്ലേ എന്നുള്ളത് റബ്ബിനും ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് അവരെ ഉപമിക്കുന്ന എന്തിലേക്കാണ്? സത്യനിഷേധികളായ ജനതയിലേക്കാണ് അവരെ ഉപമിക്കുന്നത്. അപ്പൊ അവിടെ ഈമാനെ വരെ അല്ലെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ. അപ്പൊ സത്യനിഷേധികളായ ജനത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഒരിക്കലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യൂല അല്ലെ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യൂല. അതൊരിക്കലും വിശ്വാസികളായ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത് സാധിക്കില്ല. അവരിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ രാജാവിൽ നിന്ന് പ്രതിഫലം വാങ്ങാനേ അവര് ഉദ്ദേശിക്കുള്ളൂ അല്ലെ. മറിച്ച് പ്രജകളിൽ നിന്ന് അവരൊരിക്കലും പ്രതിഫലം വാങ്ങാൻ ആരും ആഗ്രഹിക്കില്ല. വിശ്വാസികളായ ആളുകൾ ആഗ്രഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ കാണിക്കാൻ അല്ലെ ജനങ്ങളുടെ തൃപ്തി അവരുടെ ഒരു സമ്മതം അത് കിട്ടാൻ വേണ്ടി മാത്രം ദാനം ചെയ്യുന്നവരെ സത്യനിഷേധികളായിട്ടുള്ള അല്ലെ കാഫിര്യങ്ങളുടെ കൂട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പെടുത്തിയിട്ടുള്ളത്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ അല്ലെ. ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അതേ നമുക്കറിയാലോ വിചാരണ നാളിലല്ലേ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ദാനം ചെയ്ത ആ ഒരു വ്യക്തിയെ റബ്ബ് വിളിച്ചിട്ട് പറയും, ഭൂമിയിലായിരിക്കും നീ ആരുടെ തൃപ്തിയാണ് ആഗ്രഹിച്ചത്, ആര് കാണാനാണ് നീ ഇതെല്ലാം ചെയ്തത്, അവരിലേക്ക് പോയിക്കൊള്ളുക അല്ലെ ഇന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പം വിശ്വാസികളായ ആളുകൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെ. അവരുടെ നിയത്ത് എപ്പോഴും റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ പദം നമ്മുടെ വിഷയം മാറിപ്പോണ്ട. രണ്ടാമത്തെ പദം വാബിൽ എന്നുള്ള പദമാണ്. അപ്പൊ ആദ്യം സൊയ്ബ് പറഞ്ഞു, ഇപ്പൊ വാബില് പറഞ്ഞു, കനത്ത മഴ. അത് തന്നെയാണ് നമുക്ക് 265 ആയത്തില് അല്ലെ. ഇവിടെ നമ്മള് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ദാനം ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആയത്തിൽ എന്താ പറയണത്? റബ്ബിന്റെ റിള അല്ലെ, റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ച് മാത്രം ദാനം ചെയ്യുന്നവരാണ് അവര്. അവരുടെ തസ്വീത്തം മിൻ അൻഫുസിഹിം അല്ലെ, അവരത് ഉറച്ചു നിൽക്കും. അതായത് നാളെ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകും, ആ ഒരു വിഷയത്തിൽ അവർ അത്രയും ഉറച്ച നിലപാടായിരിക്കും അല്ലെ എടുക്കുക. അപ്പൊ അത് അവർക്ക് എന്താണ് അവരുടെ ഉപമിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു. അതിനൊരു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് രണ്ടിരട്ടി കായ്കനികൾ നൽകി. ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറ്റൽ മഴ മാത്രമേ ലഭിച്ചുള്ളൂ, എങ്കിലും അത് മതിയാകുന്നതാണ് അല്ലെ. അപ്പം ഉറച്ച റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മള് ഒരു ചെറിയൊരു കാരക്ക പോലെ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ അത്
നമുക്ക് വമ്പിച്ച പ്രതിഫലം റബ്ബ് നൽകൂലേ. അത് എത്ര കുറച്ചായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര കൂടുതലായിക്കോട്ടെ, നമ്മുടെ ഉദ്ദേശ ശുദ്ധിയും അതേപോലെ ആ ഒരു വിശ്വാസം അല്ലെ, വിശ്വാസ ദൃഢതയെ അനുസരിച്ച് അത് കൂടുതൽ നമുക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ഉപമ എങ്ങനെയാ പറയണത്? സാധാരണ നിലനിരപ്പിൽ നിന്ന് അല്ലെ, നിലപ്പരപ്പിൽ നിന്ന് കുറെ ഉയർന്നു നിൽക്കുന്ന ഒരു കുന്നിൻ പ്രദേശം, അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു തോട്ടമാണ് അല്ലെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടം, അവിടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ വെള്ളം, വായു, മണ്ണൊക്കെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഇട്ടുള്ളതായിരിക്കും. അവിടെയുള്ള മണ്ണ്, വായു, പിന്നെ വെള്ളമൊക്കെ. അപ്പൊ മണ്ണ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫലഭൂഷ്ട അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണായിരിക്കും. അപ്പൊ അവിടെ ഒരു കനത്ത മഴ, ഇവിടെയും വാബിലാണ്, അവിടെയും വാബിലായിരുന്നു അല്ലെ. ജനങ്ങളെ നമ്മൾ കണ്ടു നേരത്തെ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സ്വതക്ക ചെയ്യുന്ന അവിടെ ഉദാഹരണം പറഞ്ഞപ്പോ വാബിലായിരുന്നു, ഇവിടെ വാബിൽ തന്നെയാണ് അല്ലെ. അപ്പൊ കനത്ത മഴ പെയ്തപ്പോൾ ഇരട്ടി നല്ല വളക്കൂറുള്ള മണ്ണാണ് അല്ലെ, ഇരട്ടി ഫലം അവർക്ക് ലഭിച്ചു. പിന്നെ ഇനി വേണ്ട, ഒരു ചാറ്റൽ മഴ തൊല്ല്, അടുത്ത പദം തൊല്ല്. തൊല്ല് എന്നുള്ളത് ചാറ്റൽ മഴയാണ് കേട്ടാ. ഒരു ചാറ്റൽ മഴ ലഭിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ? മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് അല്ലെ. അപ്പൊ ഒരു ചാറ്റൽ മഴ ലഭിച്ചാലും എന്താ, വിളവ് നല്ലോണം കിട്ടും അല്ലെ. നമുക്കറിയാം ഒരു ചാറ്റൽ മഴ ലഭിച്ചതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവൂല അല്ലെ. അതുകൊണ്ട് വലിയ എന്താ പറയാ മാറ്റങ്ങളൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള വളക്കൂറുള്ള ഒരു മണ്ണിൽ അല്ലെ, ഒരു ചെറിയൊരു ചാറ്റൽ മഴ ലഭിച്ചാലും അത് തന്നെ ധാരാളം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട്, രണ്ടിരട്ടിയായിട്ട് കിട്ടുമല്ലോ, അത് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ദാനം ചെയ്യുന്ന സമയത്താണ് രണ്ടിരട്ടി ലഭിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം അല്ലെ, ഒരാള് അവനവൻ തന്നെ ആവശ്യക്കാരനായിരിക്കെ ദാനം ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട് അല്ലെ. ആ സമയത്ത് നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഈ രണ്ടിരട്ടി എന്നുള്ള രീതിയിൽ, പിന്നെ ഫാത്ത തൂക്കുലഹ ഫേനി പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്ക് രണ്ടിരട്ടി ലഭിക്കുന്നത്. അതങ്ങനെയാണ് പറയുന്നത് ചില പണ്ഡിതന്മാർ. എന്തായാലും റബ്ബിന്റെ തൃപ്തി അല്ലെ, തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി ദാനം ചെയ്താൽ അത് എത്ര ചെറുതാവട്ടെ എത്ര വലുതാവട്ടെ, അവരുടെ ആ ഉദ്ദേശ ശുദ്ധിയും വിശ്വാസ ദൃഢതയും അനുസരിച്ച് അത് കൂടുതൽ നമുക്ക് ഫലം ലഭിക്കും അല്ലെ. അപ്പൊ ഇവിടെ 3 പദങ്ങൾ തന്നെ മഴയെ കുറിച്ചിട്ടുള്ള, മഴയെ കുറിക്കാനുള്ള 3 പദങ്ങൾ തന്നെ സൂറത്ത് ബക്കറയിൽ വന്നു കഴിഞ്ഞു അല്ലെ. ഒന്ന് സൊയ്യിബ്, പേമാരി, രണ്ടാമത് വാബില്, കനത്ത മഴ, മൂന്നാമത് ത്വല്ല്, ചാറ്റൽ മഴ. മനസ്സിലായോ? മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത പദം നോക്കാം. മിദ്റാർ. മിദ്റാർ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മിദ്റാർ എവിടെയാ കേട്ടിട്ടുള്ളത്? എല്ലാവർക്കും അറിയുന്ന ഒരു 2 സൂറത്ത് ഉണ്ട് അല്ലെ. മിദ്റാർ, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. സൂറത്ത് നൂഹ്. സൂറത്ത് നൂഹിലും സൂറത്ത് ഹൂദിലും പറയുന്നുണ്ട് അല്ലെ. സമൃദ്ധമായ മഴ, ആവശ്യത്തിലധികം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല, ആവശ്യത്തിലധികം ലഭിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മിദ്റാർ. ദുർന്നുള്ള പദം നല്ലവണ്ണം പാല് തരുന്ന ഒരു പശുവിനെ നമ്മള് ആ ഒരു ദുർ എന്ന പദം കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഐനുൻ മിദ്റാർ എന്ന് പറഞ്ഞാല് ധാരാളമായിട്ട് കണ്ണുനീര് പൊഴിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്നുണ്ട് ഐനുൻ മിദ്റാർ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സമൃദ്ധമായിട്ട് ഉള്ള മഴ, ആവശ്യത്തിലധികം ലഭിക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ അല്ലെ, നമുക്ക് ഈ സുഹൃത്ത് നൂഹ് നോക്കുമ്പോ തന്നെ അറിയാം അല്ലെ, ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങളായിട്ടാണ് അള്ളാഹ് സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്? നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ, നൂഹ് നബി സ്വന്തം സമുദായത്തോട് പറയാണ് എന്തൊക്കെ ലഭിക്കും? യുർസിലി സമാ അലൈക്കും മിദ്റാറ അല്ലെ, അവൻ നിങ്ങൾക്ക് ധാരാളം മഴ സമൃദ്ധമായിട്ട് അയച്ചു തരും. അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായിട്ട് അയച്ചു തരും. സ്വത്തുക്കൾ അല്ലെ, വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. മഴ മാത്രമാണോ അല്ലെ? അത് മാത്രമല്ല, സ്വത്തുക്കള്, സന്താനങ്ങള്, പിന്നെ തോട്ടങ്ങൾ അല്ലെ, ജന്നാത്തും, പിന്നെ അതേപോലെ അൻഹാർ, നദികൾ, അരുവികളെല്ലാം അവൻ നിങ്ങൾക്കായിട്ട് തരും. അത് തന്നെയാണ് സൂറത്ത് ഹൂദിലും പറയുന്നത് അല്ലെ, ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങള് സൂറത്ത് ഹൂദിൽ പറയുന്നത് എന്താണ്? ഹൂദ് 52-ാമത്തെ ആയത്തില്, എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. ഹൂദ് അലൈഹിസ്സലാം സ്വന്തം ജനതയോട് പറയാണ് അല്ലെ. പിന്നെ എന്നാൽ
അവൻ നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് മഴ അയച്ചു തരും. അവിടെയും യുർസിലി സമാ അലൈക്കും മിദ്റാറ. പിന്നെ പറയുന്നത് എന്താ? വയസിദുക്കും കൂവത്തൻ ഇലാ കൂവത്തിക്കും വല തത്തവല്ലോ മുജ്രിമി അല്ല. അതെ, പിന്നെ പറയുന്നത് നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്ത് തരികയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞത് എന്താണ്? അല്ലെ, കൂവത്തൻ ഇല കൂവത്തിക്കും, അതായത് നിങ്ങൾ ധാരാളം അല്ലെ ശക്തിയുടെ മുകളിൽ കൂടുതൽ ശക്തി അല്ലെ ചേർത്ത് തരികയും ചെയ്യുന്നതാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നു കഴിഞ്ഞു അല്ലെ. അതായത് എന്താ ഇവിടെ പറയണത്? സ്വത്തുക്കൾ അല്ലെ, ഒരാൾക്ക് ഭൂമിയിൽ നമുക്കറിയാം ജീവിക്കണമെങ്കിൽ സ്വത്ത് വേണം, സ്വത്ത് തരും. സന്താനം ഒരിക്കൽ നമുക്കറിയാം ദാമ്പത്യത്തിലൂടെയാണല്ലോ ഒരു സന്താനം ലഭിക്കുക അല്ലെ. അപ്പൊ നല്ലൊരു വിവാഹ ജീവിതം, പിന്നെ മക്കള്, അതന്നെ മക്കള് കിട്ടും. പിന്നെന്താ? അരുവികള്, തോട്ടങ്ങള് മാത്രമല്ല അല്ലെ, ശക്തിയുടെ മേൽ ശക്തി, അതായത് ആരോഗ്യം അല്ലെ, എല്ലാം ലഭിക്കും നമുക്ക് ഈ ഭൂമിയിൽ. എന്തൊക്കെ ഇതിലിപ്പുറം എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെ? ഭൂമിയിൽ ജീവിക്കാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും റബ്ബ് ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രം നമുക്ക് നൽകും അല്ലെ. അപ്പൊ അതില് ഇവിടെ വന്നിട്ടുള്ള പദം എന്താണ്? മിദ്റാർ അല്ലെ, മിദ്റാർ എന്നുള്ള പദമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ സൂറത്ത് ആറാഫ് അല്ലല്ലോ, 6ാമത്തെ സൂറത്ത് എന്തായിരുന്നു? ഒരു സെക്കൻഡ്. 607 സൂറത്ത് വരുന്നത്? 6ാമത്തെ സൂറത്ത് എന്തായിരുന്നു? അല്ല, 6ാമത്തെ സൂറത്തില്ലേ, സൂറത്തില് അനാമാണ് അല്ലെ. അതില് 6ാമത്തെ ആയത്തില് വരുന്നുണ്ട് ഈ മിദ്റാർ എന്നുള്ള പദാട്ടാ. അവർ കണ്ടില്ലേ, അവർക്ക് മുമ്പ് നാം എത്ര തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ അവർക്ക് നാം ചെയ്തു കൊടുത്തിരിക്കുന്നു. നാം അവർക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു കൊടുക്കുകയും അവരുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം അവരെ നാം നശിപ്പിക്കുകയും അവർക്ക് ശേഷം നാം വേറെ തലമുറകളെ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം ഈ മിദ്റാർ എന്നുള്ള പദം അടുത്തതായിട്ട് വരുന്നത് സൂറത്ത് അൻആം 6ാമത്തെ ആയത്തിലാണ്. അതിൽ പറയണത് എന്താ വെച്ചാല്, അവർ കണ്ടിട്ടില്ല, സത്യനിഷേധികളായിട്ട് ആളുകളോട് ചോദിക്കുകയാണ്. അതായത് അവർക്ക് മുമ്പ് എത്ര തലമുറകൾ ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അവരെക്കാൾ ശക്തി കൊണ്ടും പ്രതാപം കൊണ്ടും പിന്നെ എന്താ സമ്പത്ത് കൊണ്ടും അല്ലെ, എല്ലാം കൊണ്ട് റബ്ബ് അനുഗ്രഹിച്ചിട്ടുള്ള ധാരാളം സമുദായങ്ങള് അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. ആദ്യ സമുദായം ആയിക്കോട്ടെ, സമൂദ് അല്ലെ, ഗോത്രങ്ങളായിക്കോട്ടെ, അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഖുവ്വത്ത്, ശക്തിയും ഉണ്ടായിരുന്നു, പിന്നെ സമ്പത്തും എല്ലാം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ സത്യനിഷേധം കാരണം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുക ചെയ്തത്. എന്നിട്ടോ പകരം വേറെ തലമുറകളെ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ അവിടെയും പറയുന്നുണ്ട് വർസൽന സമാ അലൈഹിം മിദ്റാറ അല്ലെ. അപ്പൊ ഈ മിദ്റാറ എന്നുള്ള ഒരു പദം, സമൃദ്ധമായിട്ട് മഴ ലഭിക്കുക, ആവശ്യത്തിലധികം മഴ ലഭിക്കുക, നല്ല രീതിയിൽ തന്നെ കേട്ടോ. നമ്മള് 4 പദങ്ങൾ ഇവിടെ പറഞ്ഞു പോയി അല്ലെ. അതില് ആദ്യത്തേത് പറയുന്നത് വാബില് അല്ല, സൊയ്ബ്, വാബില്, കൊല്ല്, മിദ്റാറ. ഇനി അടുത്ത പദം നമുക്ക് നോക്കാം. അടുത്ത പദം ആയിട്ട് പറയുന്നത് ഒയ്സ് എന്നുള്ള പദമാണ്. എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡ്, അവിടെ പറയുന്നത് നമുക്ക് പ്രയാസപ്പെടുന്ന സമയത്ത് സഹായമായിട്ട് ലഭിക്കുന്ന മഴ. പ്രയാസപ്പെടുന്ന സമയത്ത് സഹായമായിട്ട് ലഭിക്കുന്ന മഴയാണ് എന്ത്? ഓയിസ്. ഓവസ എന്ന് പറഞ്ഞാല് എന്താ അറിയോ? സഹായമായിട്ട്, കാരുണ്യമായിട്ട്, അവർക്ക് പ്രയോജനപ്പെടാൻ, സമൃദ്ധി, ഇതെല്ലാം അതില് അർത്ഥമാക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയാ പറയണത്? ഇതല്ലേ, സഹായമായിട്ട് പെയ്യുന്നത്, കാരുണ്യമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സമൃദ്ധിയായിട്ട്. അപ്പൊ അവിടെ എന്താണ്, പ്രയാസപ്പെടുന്ന സമയത്ത് ലഭിക്കുന്ന മഴയാണ് വോയിസ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താ അറിയാ, ചില സമയത്ത് നല്ല വരൾച്ച ബാധിച്ചിട്ട് നമ്മള് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കരിക്കില്ലേ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് എന്താണ് പറയാ? സലാത്തുൽ ഇസ്തിഗ്ഹാസ അല്ലേ.
അതായത് അതൊക്കെ ഈ പദത്തിൽ നിന്ന് വരുന്ന അല്ലെ, വോയിസ് എന്നുള്ള പദം. അതായത് നമ്മള് അത്രയും അത്യാവശ്യക്കാരനായിരിക്കും, ഒരു മഴ ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകൂലേ, ആ ഒരു സമയത്ത് റബ്ബ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യമായിട്ട് സഹായമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു മഴയുടെ പേരാണ് സഹായത്തോട്ടത്തിന് ഇസ്തിഗാസ എന്ന് പറയുന്നില്ലേ? പറയുന്നുണ്ട്. അതെല്ലാം ഈ ഒരു വാക്ക് തന്നെ. പിന്നെ നമ്മൾ അതേപോലെ മഴയ്ക്ക് വേണ്ടി തേടുമ്പോ അല്ലാഹുമ്മ ആയിസിന എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം എന്താണ്, അപ്പൊ അത് നമുക്ക് വീണ്ടും മനസ്സിലായി. അപ്പൊ സൂറത്ത് 12, ഒരു സെക്കൻഡ്. സുമ്മ യഅതി മിൻ ബഅദി ദാലിക ആമുൻ ഫീഹി, അതല്ല, അത് സൂറത്ത് യൂസഫിൽ പറയുന്നത്. സൂറത്ത് യൂസഫിൽ എന്താ പറയണത്, അവർക്ക് ആ ഒരു വരൾച്ച ബാധിക്കുന്നുണ്ടല്ലോ, അതിനുശേഷം അതിനുശേഷം ഒരു വർഷം വരും, അന്ന് ജനങ്ങൾക്ക് സമൃദ്ധി നൽകപ്പെടും, അന്ന് അവർ വീഞ്ഞും മറ്റും പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. അപ്പൊ അവിടെ പറയുന്നത് അവര് ആ ഒരു വരൾച്ചയ്ക്ക് ശേഷം അവര് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ യുവാസു എന്നുള്ള പദാണ് വന്നിട്ടുള്ളത്. അതേപോലെ സൂറത്ത് 42 ഇതാണ് സൂറത്ത് ഷൂറ ആണോ 42 വരുന്നത്? അല്ല, അവിടെ പറയുന്നുണ്ടല്ലോ. അവിടെ എന്താ പറയുന്നത് വെച്ചാല് 28ാമത്തെ ആയത് കേട്ടോ, 42/28. ഷുവർ. അതിൽ പറയുന്നുണ്ട് വഹുവല്ലദി യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. അവിടെ എന്താ, അവൻ തന്നെയാകുന്നു മനുഷ്യർ നിരാശപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം മഴ വർഷിപ്പിക്കുകയും തന്റെ കാരുണ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ അവിടെ ക്ലിയർ ആണ് അല്ലെ, നിരാശപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ്? റബ്ബാണ് അല്ലെ. അവൻ തന്റെ കാരുണ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവനാണ്, അവൻ തന്നെയാണ് സുത്യഹനായ രക്ഷാധികാരി. അപ്പം അവിടെ നമുക്ക് ഈ ആയത്തും കൂടി വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ പ്രയാസപ്പെടുന്ന സമയത്ത് ലഭിക്കുന്ന മഴയ്ക്കാണ് ഈ വോയിസ് എന്നുള്ള പദം വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആയത്തും കൂടി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആണ് അല്ലെ, അവൻ തന്നെയാകുന്നു മനുഷ്യർ നിരാശപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മഴ വർഷിപ്പിച്ചു തരുന്നത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള പദം വോയിസ് എന്നുള്ള പദമാണ്. പിന്നെ ഹദീദില് വന്നിട്ട് സുഹൃത്ത് ഹദീദില് 20ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇഹലോക ജീവിതം എന്നാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് ഒരു മഴ പോലെ അല്ലെ. അതുമൂലം ഉണ്ടാകുന്ന ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു, അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം, പിന്നീട് അത് തുരുമ്പായി പോകുന്നു അല്ലെ. അപ്പം അവിടെ വന്നിട്ടുള്ളത് ഓയിസ് എന്നുള്ള പദാണ്. പിന്നെ ഒരു സ്ഥലത്തും കൂടി വരുന്നുണ്ട്, അത് ഏതാണ്? സൂറത്ത് ലുക്കുമാനിൽ വരുന്നുണ്ട്. 5 കാര്യങ്ങളല്ലേ, തീർച്ചയായിട്ടും അവയുടെ അറിവ് റബ്ബിന്റെ അടുത്ത് മാത്രമാണെന്ന് പറയുന്നുണ്ടല്ലോ. അതിലൊന്ന് അന്ത്യദിനത്തെ പറ്റിയിട്ടുള്ള അറിവ്, അവൻ മഴ പെയ്യ്ക്കുന്നു അല്ലെ. അവിടെയും വോയിസ്, എപ്പോഴാ മഴ പെയ്യാന്നൊന്നും അറിയില്ല അല്ലെ. അവിടെയും വന്നിട്ടുള്ള പദം വോയിസ് എന്നുള്ള പദമാണ്. പിന്നെ ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു, നാളെ എന്താണ് താൻ പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല, താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നൊരു വ്യക്തിയും അറിയില്ല. അവിടെ വന്നിട്ടുള്ള പദം വോയിസ് എന്നുള്ള പദം. അപ്പൊ നമ്മള് സൊയ്യിബ്, വാബില്, കൊല്ല്, മിദ്റാറ്, വോയിസ്, ഇത്രയും പദം പറഞ്ഞു, 5 പദം പറഞ്ഞു കേട്ടോ. അടുത്ത പദാണ് വദ്ഖ്. വദ്ഖ്, വാവ്, ദാല്, ഖാഫ്. അപ്പം ഈ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇല്ല, മനസ്സിലായില്ലേ? പിന്നെ നമ്മള് പറയുന്ന പദമാണ് വദ്ഖ്. വദ്ഖ് എന്ന് പറഞ്ഞത് റബ്ബിന്റെ സ്നേഹം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. വദ് അല്ലെ, വദ് എന്നുള്ള പദം നമുക്കറിയാം, സ്നേഹം. വദൂദ് അല്ലെ, വദൂദ് റബ്ബിന്റെ നാമമാണല്ലോ. അപ്പൊ അവിടെ ഈ ഒരു മഴയുടെ നാമത്തിൽ റബ്ബിന്റെ ഒരു സ്നേഹം, കാരുണ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ദക്കോന്ന്, അപ്പൊ അതിന് തന്നെ ദക്കോ എന്നുള്ള പദം കൃത്യമായിട്ട് നൽകുന്ന മഴ എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ മൊത്തം ആ വാക്ക് നോക്കുകയാണെങ്കിൽ റബ്ബിന്റെ സ്നേഹം ആ ഒരു പദത്തിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമ്മൾ എവിടേക്കാ വരുന്നത് നമുക്ക് നോക്കാം. സൂറത്ത് നൂറിൽ വരുന്നുണ്ട്. നൂറിൽ വരുന്നത് എന്താ പറയണ വെച്ചാല്, എങ്ങനെയാണ് മഴ പെയ്യ്ക്കുന്നതെന്ന് റബ്ബ് പറഞ്ഞു തരാണ്. അള്ളാഹു കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരികയും 24ാമത്തെ ആയത്തിലാണ്, അല്ല 43ാമത്തെ ആയത്തിലാണ്, 24ാമത്തെ സൂറത്ത് നൂറില് 43ാമത്തെ ആയത്തെ, അള്ളാഹു കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരികയും എന്നിട്ട് അത് തമ്മിൽ സംയോജിപ്പിക്കുകയും എന്നിട്ട് അതിനെ അവൻ അട്ടിയാക്കുകയും ചെയ്യുന്നു. നീ കണ്ടില്ലേ, അപ്പോൾ അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നതായിട്ട് നിനക്ക് കാണാം. അപ്പൊ ഇവിടെ അല്ലേ നമ്മളിപ്പം ഈ 2 ആയത്ത് സൂറത്ത് റൂമിലും അതേപോലെ സൂറത്ത് നൂറിലും എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ട് റബ്ബ് കാണിച്ചു തരുന്നുണ്ട് അല്ലെ.
നമ്മളിപ്പം ഇവിടെ മോഡേൺ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റഡാറൊക്കെ വന്നതിന് ശേഷമാണ് മഴ എങ്ങനെയാണ് പെയ്യുന്നത് അതിന്റെ ഒരു സ്റ്റേജസ് ഒക്കെ മനസ്സിലാക്കുന്നത്. അതിലും 3 സ്റ്റേജസ് ആ പറയുന്നത്. അതന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ നല്ല വൃത്തിയിൽ അല്ലെ 1400 വർഷം മുമ്പ് പരിശുദ്ധ ഖുർആനിൽ അത് വൃത്തിയിൽ പറയുന്നുണ്ട്. പിന്നെ മോഡേൺ സയൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിലും എന്താ 3 സ്റ്റേജസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ, മഴയുടെ റോ മെറ്റീരിയൽ മേലെ പോകുന്നു, പിന്നെ ക്ലൗഡ്സ് ഉണ്ടാവുന്നു, ക്ലൗഡ്സ് നിന്ന് മഴ പെയ്യുന്നു. അപ്പൊ ഇവിടെ റബ്ബ് എന്താ പറയുന്നത് അല്ലെ, ഈ വെള്ളം നീരാവിയായിട്ട് മുകളിലേക്ക് ഉയരുന്നു. എങ്ങനെയാ പോണത്? കാറ്റ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അയക്കും, കാറ്റിന്റെയും മുകളിലേക്ക് എത്തിക്കും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കാർമേഘങ്ങൾ ഉണ്ടാകും. കാർമേഘങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഓരോ കാർമേഘത്തിലും ഉള്ള വെള്ളത്തുള്ളി നമ്മൾ നോക്കുകയാണെങ്കിൽ 0.1 മുതൽ 0.2 മില്ലി എന്താ മാക്രോ MMA ഉള്ളൂ അതിന്റെ ഒരു വെയിറ്റ് പറയണത്. അപ്പൊ അതൊരിക്കലും മഴ പെയ്യ്ക്കാനുള്ള ഒരു വെയിറ്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ, എല്ലാ മേഘങ്ങളും കൂടി ചേരും. അപ്പൊ കൂടി ചേരുമ്പോ എന്താ പറയാ, ആ വെള്ളത്തുള്ളി നല്ല സൈസ് കൂടും അല്ലെ. അപ്പൊ വലിയ വെള്ളത്തുള്ളിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ, കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരികയും അവ തമ്മിൽ സംയോജിപ്പിക്കും. അതായത് ഈ മേഘങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, വലിയ മേഘങ്ങൾ അട്ടിയാക്കുകയും ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ വലിയ വെള്ളത്തുള്ളിയായിട്ട് മഴയായിട്ട് താഴേക്ക് മഴ പെയ്യുന്നു. പിന്നെ അതേപോലെ സൂറത്ത് റൂമിൽ പറയുന്നുണ്ട് എന്താ, അള്ളാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ, എന്നിട്ട് അവ മേഘത്തെ ഇളക്കി വിടുന്നു. അപ്പൊ ഇതിനെല്ലാം കാറ്റ് വേണം അല്ലെ. കാറ്റ് എന്തായാലും ഈ പറഞ്ഞ പോലെ കാറ്റാണ് മേഘങ്ങളെ ഇളക്കി വിടുന്നതും പിന്നെ ഇവിടുന്ന് ആ ഒരു നീരാവിയെ മുകളിലേക്ക് എത്തിക്കുന്നതൊക്കെ ഈ കാറ്റ് വഴിയാണല്ലോ. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു. അത് സൂറത്ത് റൂമിലാണ്. സൂറത്ത് റൂമിൽ 48-ാമത്തെ ആയത്തിലാ പറയുന്നത്, അള്ളാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ, എന്നിട്ട് അവ മേഘത്തെ ഇളക്കി വിടുന്നു, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു, അതിനെ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നത് നിനക്ക് കാണാം. എന്നിട്ട് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മഴ എത്തിച്ചു കൊടുത്താൽ അവരതാ സന്തുഷ്ടരാകുന്നു. അപ്പം സൂറത്ത് നൂറില്, സൂറത്ത് റൂമില് അവിടെയൊക്കെ ഈ വദക്ക് എന്നുള്ള പദമാണ് വന്നിട്ടുള്ളത് കേട്ടാ. മഴയെ കുറിക്കാനും വദക്ക്, അള്ളാഹു റബ്ബിന്റെ സ്നേഹം എന്ന അർത്ഥത്തിലുള്ള വദക്ക് എന്നുള്ള പദമാണ് ഇവിടെയൊക്കെ വരുന്നത്. പിന്നെ ഇനി എല്ലാ മഴയും കാരുണ്യമായിട്ടല്ല അല്ലെ പെയ്യണത്. എല്ലാ മഴയും കാരുണ്യമല്ല. ഇനി ശിക്ഷ എന്ന രീതിയിൽ മഴയെ കുറിക്കുന്ന ഒരു നാമാണ് അടുത്തത് പറയാൻ പോകുന്നത്, മത്തർ. മത്തർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു, നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ ഈ മത്തർ എന്നുള്ള പദം ശിക്ഷയായിട്ട് ലഭിക്കുന്ന മഴയെ കുറിച്ചിട്ടാണ് കാണാൻ സാധിക്കുക. അതും ലൂത്ത് നബിയുടെ സമുദായമാണ് കൂടുതലായിട്ടും അതില് വരുന്നത്. ഈ മത്തർ എന്നുള്ളത് പുരാതന അറബി ഭാഷ അല്ലെങ്കിൽ ഡിക്ഷണറിയില് മത്തർ എന്നുള്ള പദത്തിന് ദഫൻ അല്ലെങ്കിൽ ഖബർസ്ഥാനം എന്നുള്ള അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഖബർസ്ഥാനം അല്ലെങ്കിൽ ശ്മശാന സ്ഥലം അല്ലെ, ആ ഒരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാ സമയത്തും മഴ കാരുണ്യമായിട്ടല്ല ലഭിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി ശിക്ഷ ഉള്ള രീതിയിൽ നമുക്ക് മഴയെ നോക്കാം. സൂറത്ത് ആറാഫിൽ പറയുന്നത് അല്ലെ, നാം അവരുടെ മേൽ ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു, അപ്പോൾ ആ കുറ്റവാളികളുടെ പര്യവസ്ഥാനം എങ്ങനെയാണെന്ന് നോക്കുക. അപ്പൊ അവിടെയൊക്കെ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഒരു ജനതയാണ് പറയുന്നത് കേട്ടാ. അതേപോലെ സൂറത്ത് സത്യനിഷേധികളായിട്ടുള്ള ജനങ്ങള് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, അള്ളാഹു ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നീ ഞങ്ങളുടെ മേൽ ആകാശത്തിൽ നിന്ന് കല്ല് വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരികയോ ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെയും വന്നിട്ടുള്ളത് അംതിർ അലൈന ഹിജാറത്തൻ, കല്ലുമഴ വർഷിപ്പിക്കണമേ എന്ന് പറയുന്നുണ്ട്. അൻഫാലിലാണ് ഇത് വരുന്നത് കേട്ടാ. അപ്പൊ പിന്നെ അതുപോലെ ഫുർഖാനിൽ 40-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, വലക്കത് അത്തോ അലൽ ഖറിയത്തി ഉംതിറത്ത് എന്നുള്ള പദം എന്താ, മത്തറസൂ അല്ലെ. അത് ആ ചീത്ത മഴ വർഷിക്കപ്പെട്ട നാട്ടിലൂടെ ഇവർ കടന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവരത് കണ്ടിരുന്നില്ലേ? അല്ല ഇവർ
ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കാത്തവരാകുന്നു. അപ്പൊ അവിടെ പറയുന്നതും ആ ഒരു ചീത്ത മഴ അല്ലെ, ചീത്ത മഴ പെയ്ത നാടെന്ന് ഉദ്ദേശിക്കുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായമായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ പറയണത് ഷുറായില് അല്ലെ, അലേഹിം മത്തറൻ ഫസാ പത്രൽ മുൻസരീൻ അല്ലെ, അവരുടെ മേൽ നാം ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു, താക്കീത് നൽകപ്പെട്ടവർക്ക് ലഭിച്ച ആ മഴ എത്ര മോശം. അപ്പൊ അവിടെ എല്ലാം ഈ മത്തോർ എന്നുള്ള അംതർ അല്ലെങ്കിൽ മത്തോർ എന്നുള്ള പദമാണ് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ 46-ാമത്തെ സൂറത്ത് അഹ്കാഫ് അല്ലെ, അഹ്കാഫ് അല്ലെ 46-ാമത്തെ സൂറത്ത് വരുന്നത്. അതില് 24-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അവിടെ പറയുന്നുണ്ടാല്, അങ്ങനെ അതിനെ തങ്ങളുടെ താഴ്വരകൾക്ക് അഭിമുഖമായി കൊണ്ട് വെളിപ്പെട്ട ഒരു മേഘമായി അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതാ നമുക്ക് മഴ നൽകുന്ന ഒരു മേഘം. അല്ല നിങ്ങൾ എന്തൊന്നിനാണ് ധൃതി കൂട്ടിയോ അത് തന്നെയാണിത്, ഇത് വേദനയേറെ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഒരു കാറ്റ്. അപ്പൊ അവിടെ എന്താ പറയണ വെച്ചാല് ആദ്യ സമുദായം കേട്ടോ, അവിടെ ആദ്യ സമുദായത്തെ അവരിങ്ങനെ നമുക്കറിയാലോ ആദ്യ സമുദായത്തിന് ലഭിച്ചൊരു ശിക്ഷ അല്ലെ, 7 രാവും 8 പകലും തുടർച്ചയായിട്ട് അടിച്ചു വീഴ്ച ഒരു കൊടുങ്കാറ്റും അല്ലെ. അപ്പൊ അവരുടെ മേലെ ഒരു വെള്ളമേഘം വെളിപ്പെട്ട ഒരു മേഘം കണ്ടപ്പോ അവര് പറഞ്ഞു, എന്താ ഇതാ നമുക്ക് നൽകുന്ന ഒരു മഴ നൽകുന്ന ഒരു മേഘമാണിത് എന്ന് പറഞ്ഞു. പക്ഷെ അതല്ലായിരുന്നു അല്ലെ, അവർക്ക് ശിക്ഷ നൽകാനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു മേഘമായിരുന്നത്. അതൊരിക്കലും മഴ നൽകുന്ന മേഘമല്ലേന്ന്. അപ്പൊ അവിടെ എല്ലാം ഈ മത്തോർ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോ ശിക്ഷ അല്ലാതെ എന്നാലും ഒരു നെഗറ്റീവ് ഒരു രീതിയിൽ മത്തോർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് സൂറത്ത് നിസായിലാണ്. നിസായിൽ എന്താ പറയണ വെച്ചാല് സലാത്തുൽ ഹൗഫ് പറയുന്നത് അല്ലെ, യുദ്ധ സമയത്തുള്ള നമസ്കാരം. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നുണ്ട്, ഒരിക്കലും ആയുധം താഴെ വെക്കരുത്, നമസ്കരിക്കുകയാണെങ്കിൽ പോലും ആയുധം ഒരിക്കലും താഴെ വെക്കരുതെന്ന് കൽപ്പിക്കുന്നുണ്ട്. ഇനി അഥവാ മഴ പെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആയുധം താഴെ വെച്ചോളൂ, അവിടെ മാത്രമേ ഇളവ് നൽകുന്നത്. അപ്പൊ അവിടെയും ഈ മത്തോർ എന്ന പദമാണ് കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു നെഗറ്റീവ് സെൻസിൽ അല്ലെങ്കിൽ ശിക്ഷയെ കുറിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പദമാണ് മത്തോർ എന്നുള്ള പദം. അപ്പൊ ഇത്രയും പദങ്ങള് മനസ്സിലായ, കിട്ടിയ? മനസ്സിലായോ? ഒന്നുകൂടി പറയാൻ പറ്റുമോ ടീച്ചറെ? മത്തറ്, വാബില്, അല്ല ആദ്യം പറയുന്നത് സൊയ്യിബ്. സൊയ്യിബ് എന്ന് പറഞ്ഞത് പേമാരി എന്നുള്ള അർത്ഥത്തില് പേമാരി ആണ്. അപ്പം നമുക്ക് ഇവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള ഉദാഹരണം ഒരു വിപത്ത് എന്ന രീതിയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ദുആയില് പറയുന്നുണ്ട്, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ അല്ലെ, ഉപകാരപ്പെട്ട മഴ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പേമാരി എന്നുള്ള അർത്ഥത്തിലാണ് സൊയ്യിബ് എന്നുള്ള പദം വരുന്നത്. രണ്ടാമത് വരുന്നത് വാബില്. വാബില് എന്ന് പറഞ്ഞാൽ കനത്ത മഴ. അത് നമ്മൾ കണ്ടു, റബ്ബിന്റെ തൃപ്തി അനുസരിച്ച് അല്ലെ നൽകുന്നവരുടെ ഉദാഹരണത്തിലും വാബില് കടന്നു വന്നിട്ടുണ്ട്. ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് സദഖ ചെയ്യുന്ന ഉദാഹരണത്തിൽ വാബിൽ എന്ന പദം വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു വാബിൽ അല്ലെ, റബ്ബിന്റെ തൃപ്തി അനുസരിച്ച് ചെയ്യുന്ന സദഖ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ഉപമയില് അവർക്ക് ഇരട്ടി ഒരു വിളവ് അല്ലെ ഫലം ലഭിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വാബിൽ എന്നുള്ള പദം രണ്ടിടത്തും വന്നിട്ടുള്ളത് പറയാണ്. പിന്നെ ത്വല്ല് എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ. അതും ആ ഒരു ആയത്തിൽ തന്നെ വരുന്നതാണ് കേട്ടോ. അള്ളാന്റെ തൃപ്തി അനുസരിച്ച് സദഖ ചെയ്താൽ അവിടെ അവർക്ക് ചാറ്റൽ മഴ ലഭിച്ചാലും മതിയാവും എന്നുള്ള രീതിയിൽ പറയാണ്. പിന്നെ അടുത്ത പദം വരുന്നത് മിദ്റാറ്. മിദ്റാറ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ സമൃദ്ധമായിട്ടില്ല മഴ, ആവശ്യത്തിലധികം ഒരാൾക്ക് മഴ ലഭിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യം ഉണ്ടല്ലോ അതിലധികം ലഭിക്കുന്ന മഴയ്ക്കും മിദ്റാർ എന്ന് പറയാം. അത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല, പോസിറ്റീവ് ആയിട്ട് തന്നെ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന മഴ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും. പിന്നെ പറഞ്ഞല്ലോ നല്ലവണ്ണം പാല് തരുന്ന ഒരു പശുവിനെ ആദൂർ എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. അപ്പം നല്ല രീതിയിൽ അപ്പൊ നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് ഇസ്തിഗ്ഫാറിന്റെ ഗുണത്തിൽ പറയുന്നതാണ് അല്ലെ. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു മഴ അതുമൂലം നന്മയാണ് വരുന്നത് അല്ലെ. പിന്നെ അടുത്ത പദം ഓയിസ് എന്നുള്ള പദം. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന മഴ, നമ്മൾ അത്രയും മഴയ്ക്ക് ആവശ്യക്കാരനായിരിക്കും അല്ലെ. നമുക്കറിയാം 2-3 മാസം ആ ഒരു വേനൽക്കാലം കഴിഞ്ഞ് മഴ പെയ്യാതെ നമ്മൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് അല്ലെ. മഴ പെയ്യും എന്നുള്ള ഒരു ജൂണിലെങ്കിലും റബ്ബ് മഴ തരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നിൽക്കുമ്പോൾ മഴ പെയ്യാതെ നിൽക്കല്ലേ. ആ ഒരു നല്ല കടുത്ത ചൂടും വരൾച്ചയും ബാധിക്കും. നമ്മൾ പ്രതീക്ഷയോടെ ഒരു മഴയെ നോക്കി കാണും അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല
കാരുണ്യമായിട്ട് സഹായമായിട്ട് നമുക്ക് നൽകുന്ന മഴയ്ക്കാണ് വോയിസ് എന്നുള്ള പദം വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആയത്തിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അല്ലെ. നിരാശപ്പെട്ട് കഴിയുന്ന സമയത്ത് അവനാകുന്നു നിങ്ങൾക്ക് കാരുണ്യമായിട്ട് മഴയെ വർഷിപ്പിച്ച് തരുന്നവൻ. പിന്നെ വതുക്ക് എന്നുള്ള പദം റബ്ബിന്റെ സ്നേഹം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വദ് പിന്നെ ദക്ക് കൃത്യമായിട്ട് നൽകുന്ന മഴ. പിന്നെ ലാസ്റ്റ് പറഞ്ഞാണ് മത്തർ എന്നുള്ള മഴ എന്താ പറഞ്ഞാല് ശിക്ഷ അല്ലെ, ശിക്ഷയായിട്ട് ലഭിക്കുന്ന മഴ. ഇനി നമുക്ക് മാ എന്നുള്ള പദം പറയുന്നുണ്ട് അല്ലെ. മാ എന്നുള്ള പദം നമുക്കറിയാം പൊതുവെ ജനറൽ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മഴയെ കുറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പദമാണ് മാ. അത് നമുക്ക് സൂറത്ത് കുറെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സൂറത്ത് സുഹ്റുഫില് നോക്കിയാട്ടെ 11-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ അല്ലെ ബിഖദർ, ആകാശത്ത് നിന്ന് ഒരു തോതനുസരിച്ച് വെള്ളം വർഷിപ്പിച്ച് തരുന്നവനാണ് അവൻ അല്ലെ. എന്നിട്ട് അതുമൂലം നാം നിർജീവമായ രാജ്യത്തെ പുനരുജ്ജീവിപ്പിച്ചു, അതുപോലെ തന്നെ നിങ്ങളും മരണാനന്തരം പുറത്തു കൊണ്ടുവരുന്നതാണ്. അപ്പൊ ആ ഒരു തോത് കണക്കനുസരിച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ഇത് പറഞ്ഞത് അല്ലെ. അതിന്റെ കുറെ സുബ്ഹാനല്ലാ അതിന്റെ പിന്നിലുള്ള കുറെ വശങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലാക്കിയത്. അത് ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ അതേപോലെ സൂറത്ത് നബയിലൊക്കെ പറയുന്നുണ്ടല്ലോ വൻസല്ല മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ അല്ലെ, കാർമേഘങ്ങളിൽ നിന്ന് കുത്തി ഒഴുക്കുന്ന മഴ നാം ഇറക്കുകയും ചെയ്തു. അപ്പൊ ധാരാളമായിട്ട് പിന്നെ ആ ഒരു മാ എന്നുള്ള പദം കടന്നു വന്നിട്ടുണ്ട്. ഈ സുഹുറുഫില് പ്രത്യേകിച്ച് ഈ ബി ഖദർ എന്നുള്ള പദം അല്ലെ, ഒരു കണക്ക് അനുസരിച്ച് ആ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് കേട്ടോ. അതിലാണ് ഞാന് പറയാൻ പോകുന്നത്. അങ്ങനെ പറയുന്നില്ലേ അൽബക്കറെ? ബക്കറ, സുഹൃത്ത് ബക്കറയിൽ പറയുന്നുണ്ടല്ലോ നമ്മള്. അപ്പൊ ഈ മാ എന്നുള്ള പദം മാ എന്നുള്ള പദം ധാരാളം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതില് ഇവിടെ സുഹ്റുഫിൽ എടുത്തു പറയാൻ കാരണം ഈ ഖദർ ഒരു കണക്കനുസരിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താ ഈ കണക്കിലുള്ള കുറച്ച് അത്ഭുതങ്ങൾ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അതായത് ഭൂമിയിൽ നിന്ന് വെള്ളം നീരാവിയായിട്ട് പോകുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡിൽ 16 മില്യൺ ടൺസ് വെള്ളമാണ് നീരാവിയായിട്ട് പോകുന്നതെന്നാ പറയുന്നത്. ഒരു സെക്കൻഡില് ഈ കണക്ക് അറിയണമെന്നില്ല, എന്നാലും ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. 16 മില്യൺ ടൺസ് വെള്ളമാണ് നീരാവിയായിട്ട് പോകുന്നത്. സുബ്ഹാനല്ലാഹ്, മഴ പെയ്യുമ്പോ ആ ഒരു സെക്കൻഡില് 16 മില്യൺ ടൺസ് തന്നെയാണ് തിരിച്ചിങ്ങോട്ടും കിട്ടുന്നത്. അതായത് ഇവിടുന്ന് എത്ര പോകുന്നോ അത് തന്നെയാണ് ഒരു സെക്കൻഡിൽ തിരിച്ച് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. ആ ഒരു ഖദർ എന്നുള്ളത് ഒരു കൃത്യമായിട്ട് അല്ലെ, ആ ഒരു സന്തുലിതാവസ്ഥ എന്താ പറയാ ബാലൻസിങ് അല്ലെ, അത് കറക്റ്റ് ആയിട്ട് റബ്ബം ഒരു സെക്കൻഡിൽ ഇവിടുന്ന് 16 മില്യൺ ടൺസ് വെള്ളം പോകുന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോ അതേ ഒരു സെക്കൻഡിൽ അതേ വെള്ളം, അത് ഒരു തുള്ളി അങ്ങോട്ടും കൂടുതലില്ല, ഒരു തുള്ളി ഇങ്ങോട്ട് കുറയുന്നുമില്ല അല്ലെ. അതാണ് കണക്കിന്റെ ഇതിൽ ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമത് അതിന്റെ സ്പീഡ് അനുസരിച്ച്, അതായത് നമുക്കറിയാം മഴ പെയ്യുന്നത് മഴ മേഘങ്ങളിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഏറ്റവും ചെറിയ മഴ മേഘം അതിന്റെ ഹൈറ്റ് പറയണത് 1200 മീറ്റർ ആട്ടോ. അവിടുന്ന് മഴത്തുള്ളിയുടെ ഒരു സൈസിനനുസരിച്ച് വെയിറ്റിനനുസരിച്ച് ഒരു വസ്തു താഴേക്ക് വരുമ്പോ അതിന്റെ സ്പീഡ് പറയുന്നത് 558 കിലോമീറ്റർ പെർ അവർ ആണ്. അതായത് മണിക്കൂറിൽ 558 കിലോമീറ്റർ ആ ഒരു സ്പീഡിലാണ് ആ വെള്ളം പതിക്കുക. അങ്ങനെ പതിക്കാതെ എന്ത് സംഭവിക്കുക വെച്ചാല് ഭൂമി മുഴുവൻ നശിച്ചു പോകും, അതേ ഉള്ളൂ. അതായത് ഭൂമിയിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല. മഴ മൂലം ഒരു ഭൂമിയെ, മരിച്ചൊരു ഭൂമിയെ പുനർജീവിപ്പിക്കുകയാണ് റബ്ബ് അല്ലെ. പക്ഷെ ഇങ്ങനെ ഒരു മഴ ആ ഒരു സ്പീഡിൽ പെയ്താല് മൊത്തം നശിച്ചു പോകും. ഇത് ഏറ്റവും ചെറിയ 1200 മീറ്റർ മുകളിലുള്ള മഴമേഘത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10,000 കണക്കിന് മുകളിലുള്ള മഴമേഘം ഉണ്ട്. അതെന്നും കാണാം. അപ്പൊ ഇതിലും ഇരട്ടിയായിട്ടല്ലേ സ്പീഡിൽ വരാം. അപ്പം റബ്ബിന്റെ ആ ഒരു കാര്യം അല്ലെ, ഈ പറഞ്ഞ പോലെ റബ്ബ് ഒരിക്കലും ഒരു മഴ കാരണം ഭൂമി നശിച്ചു പോകാനല്ല ആഗ്രഹിക്കുന്നത് അല്ലെ. റബ്ബിന്റെ കാരുണ്യമാണ്, സ്നേഹമാണ് മഴ അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെ മഴ പെയ്താലും മണിക്കൂറിൽ 8 മുതൽ 10 കിലോമീറ്റർ 8 to 10 കിലോമീറ്റർ പെർ അവർ ആ ഒരു സ്പീഡിലെ എത്രയൊക്കെ ഉയരത്തുന്നാണെങ്കിൽ എങ്ങനെയൊക്കെ മഴ പെയ്താൽ ആ ഒരു സ്പീഡ് റബ്ബ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ആ ഒരു അന്തരീക്ഷ പാളികളിൽ തട്ടിയിട്ട് ആ ഒരു ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. 400
ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടി കുറയുന്നുണ്ട് മൈനസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഐസ് കട്ട അല്ലെ, ഐസ് രീതിയിൽ ഒരിക്കലും നമുക്ക് മഴയെ കാണാൻ സാധിക്കുന്നില്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് പെട്ടെന്ന് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മള് പതുക്കെ നടക്കൂലേ, കുറച്ചും കൂടി മഴയ്ക്കൊരു സ്പീഡ് കൂടി നമ്മൾ ഓടും അല്ലെ. അപ്പൊ ഐസ് രൂപത്തിലാണ് മഴ നമ്മുടെ തലയിലേക്ക് വീഴുന്നെങ്കിൽ എന്തായിരിക്കും സുബ്ഹാനല്ലാഹ്, ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കുക അല്ലെ. കല്ല് വീഴുന്ന പോലെ, അത് ഈ പറഞ്ഞ പോലെ അപ്പോഴും ഒരു അതിൽ നിന്ന് ഗുണമായിട്ടൊന്നും വരൂല അല്ലെ, ഭൂമി മൊത്തം നശിച്ചു പോവും. അപ്പം അങ്ങനെയൊന്നും അല്ല റബ്ബ് നമുക്ക് മഴയെ നമുക്ക് തരുന്നത് അല്ലെ. ഇനി അതൊക്കെ പോട്ടെ, പിന്നെ പറയണത് സൂറത്ത് ഫുർഖാനില്, അതായത് ഈ മഴയിൽ നിന്നും വെറും അല്ലെ ഫെർട്ടിലൈസിങ് എഫക്റ്റും കൂടി തരും. അതായത് നമ്മൾ വിചാരിക്കും ഈ മരങ്ങളും ചെടികളൊക്കെ പരിപോഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ ചാണകവും ആട്ടിൻകാട്ടവും വളങ്ങളൊക്കെ ഇട്ടിട്ടാണല്ലേ. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വതആല മഴയിൽ തന്നെ കുറെ ഫെർട്ടിലൈസേഴ്സ് തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ കടലിൽ നിന്നൊക്കെ വെള്ളം നീരാവിയായിട്ട് പോകുമ്പോൾ നമുക്കറിയാം ദിനേന എത്രയോ ജീവികളും മറ്റു സാധനങ്ങളൊക്കെ കടലിൽ ചത്ത് പൊങ്ങുന്നുണ്ട്, പിന്നെ ചത്ത് അടിഞ്ഞു വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവയുടെ അവശിഷ്ടങ്ങളും എല്ലാം ഒരു പാളി പോലെ കടലിന്റെ മേലെ രൂപാന്തരപ്പെടും. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഈ വെള്ളം നീരാവിയായിട്ട് മേലോട്ട് പോകുമ്പോൾ ഈ വസ്തുക്കളൊക്കെ, ഈ ആൽഗ, പിന്നെ കുറെ സിങ്ക്, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കോപ്പർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടി ഇതിൽ കൂടെ പോകുന്നുണ്ട്. തിരിച്ചിങ്ങോട്ട് നമുക്ക് ലഭിക്കുമ്പോൾ ഒരു ഫെർട്ടിലൈസിങ് എഫക്റ്റും കൂടിയാണ് മഴയിലൂടെ ലഭിക്കുന്നത് അല്ലെ. നല്ലൊരു വളം കൂടിയാണ് തിരിച്ചിങ്ങോട്ട് നമുക്ക് ലഭിക്കുമ്പം ആ ഒരു മഴ നൽകുന്നത്. ഇത് പറയണത് എന്താ വെച്ചാൽ 150 മില്യൺ ടൺസ് ഫെർട്ടിലൈസർ ഓരോ വർഷം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം. 150 മില്യൺ ടൺസ് ഫെർട്ടിലൈസർ തന്നെ നമുക്ക് മഴയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാ പറയണത്. അപ്പൊ ഇതെല്ലാം റബ്ബ് അല്ലെ നമുക്ക് സൂറത്ത് ഫുർഖാനിൽ പറയുന്നുണ്ടല്ലോ. അതായത് ഒരു സെക്കൻഡ്, ഫുർഖാനിൽ 49-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിർജീവമായ നാടിന് അത് മുഖേന നാം ജീവൻ നൽകുവാനും നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി അല്ലെ. അപ്പം ആ ഒരു എന്താ പറയാ, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറും കൂടി അല്ലെ, മഴയിലൂടെ കുറെ 150 മില്യൺ ടൺസ് ഫെർട്ടിലൈസറും കൂടി ഒരു വർഷം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ അല്ലെ റബ്ബിന്റെ ആ ഒരു കാരുണ്യം, അതേപോലെ കുദ്റത്താണ് കാണിക്കുന്നത് അല്ലെ. പിന്നെ അതുപോലെ അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് മഴയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മേഘങ്ങൾ ഉണ്ടല്ലോ, മേഘങ്ങൾ നമ്മൾ കാണുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെന്താ പറയുക, ഒരു പഞ്ഞിക്കെട്ട് പോലെ പോകുന്നതാണ് അല്ലെ. നമുക്ക് ഇങ്ങനെ ഒരു വെയിറ്റ്ലെസ് ആയിട്ടല്ലേ തോന്നുന്നത്. പക്ഷെ ഈ മേഘങ്ങളെ ശരിക്കും പറഞ്ഞാല് അതിന്റെ വെയിറ്റ് ഉണ്ട്. അതായത് 1.1 ബില്യൺ പൗണ്ട് പറയുന്നത് ഒരു മഴ മേഘം അല്ലെങ്കിൽ ഒരു മേഘത്തിന്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കുമ്പോ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ മേഘം എന്നുള്ളത്. 3 ലക്ഷം ടൺസ് വെള്ളം വരെ ഒരു മേഘം വഹിക്കുന്നുണ്ടെന്നാ പറയണത്. അതായത് നമ്മുടെ തലയ്ക്ക് മുകളില് ഒരു 100 ആന നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വെയിറ്റ് ഉണ്ട് പോലെ ഒരു മേഘത്തിന്. അത് നിങ്ങൾക്ക് അറിയായിരുന്നോ ഈ മേഘത്തിന് വെയിറ്റ് ഉണ്ട് എന്നുള്ളത് കാര്യം? അതുകൊണ്ടല്ലേ ഈ ഫ്ലൈറ്റിലെല്ലാം പോകുമ്പോ മേഘത്തിൽ ഇടിക്കുമ്പോ ഫ്ലൈറ്റ് ഇങ്ങനെ ജർക്കാന്ന്, ഫ്ലൈറ്റ് കുലുങ്ങുന്നില്ലേ? നീങ്ങുന്ന ഒരു വസ്തു ഒന്ന് ആലോചിച്ചൊക്കെ, 100 ആന നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി കിടക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ സുബ്ഹാനല്ലാഹ്, അത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ. അപ്പൊ ഈ എന്താണ് ഈ സൂറത്ത് ആറാഫിൽ തന്നെ 57-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, അവനത്രേ തന്റെ അനുഗ്രഹത്തിന് മുമ്പായി സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവൻ. അങ്ങനെ അവ കാറ്റുകൾ ഭാരിച്ച മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ നിർജീവമായിട്ട് വല്ല കാട്ടിലേക്ക് നാം അതിനെ നയിച്ചു കൊണ്ടുപോവുകയും എന്നിട്ട് അവിടെ വെള്ളം ചൊരിയുകയും അതുമൂലം എല്ലാത്തരം കായ്കനികൾ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ നാം മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലായത്. ഇപ്പൊ അവിടെ ഈ സിഖാൽ അല്ലെ, നമുക്കറിയാം അത് മിസ്കാല അല്ലെ, ആ ഒരു സിഖാൽ എന്നുള്ള പദം ഭാരം. അപ്പൊ ഇവിടെ പറയുന്നത് ഭാരിച്ച മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ഭാരം എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ മേഘത്തിന് വെയിറ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഇപ്പൊ അടുത്താണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ 1400 വർഷം മുമ്പുള്ള അല്ലെ പരിശുദ്ധ ഖുർആനിൽ അത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ 13-ാമത്തെ സൂറത്ത് റാഅദ് അല്ലെ, റാഅദ് അല്ലേ വരുന്നത്, അവിടെ പറയുന്നത്
12-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഭയവും ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിളർ കാണിച്ചു തരുന്നത് അവൻ എത്രേ, ഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് ഇവിടെ അവിടെ പറയുന്നതും സഹാബൽ സിഖാൽ എന്നുള്ള പദം തന്നെ അവിടെ. അപ്പൊ അവിടെ ശ്രദ്ധ കൊടുക്കും. അപ്പൊ ശ്രദ്ധ എന്നുള്ളത് ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നും കൂടി ഊന്നൽ കൊടുത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഭാരമുള്ള മേഘങ്ങൾ അല്ലെ. അപ്പൊ സുബ്ഹാനല്ലാഹ് അതിന്റെ ഒരു ഭാരത്തിന്റെ ഒരു കണക്ക് നോക്കിയാൽ 3 ലക്ഷം ടൺസ് വെള്ളം വഹിക്കുന്ന മേഘങ്ങൾ വരെ ഉണ്ട്. പിന്നെ 100 കണക്കിന് ആനകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇത്രയാണ് പറയാനുള്ളത്, മഴയെ കുറിച്ചൊക്കെ പറയാനുള്ളത്. പിന്നെ നമുക്കറിയാലോ മഴയെ ഈ പറഞ്ഞ പോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മരിച്ച ഒരു നാടിനെ അല്ലെ ഒരു പ്രദേശത്തെ ജീവിപ്പിക്കാനായിട്ട് മഴയെ റബ്ബ് സുബ്ഹാനഹു വ തആല അയച്ചു തരുന്നു, അല്ലെ മഴയെ തരുന്നു. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ എന്താണ് ഹൃദയങ്ങളെ മഴ ഇതാ ഹൃദയത്തിന്റെ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആ മഴയും ഖുർആനും നമ്മൾ ആ ഒരു ബന്ധം കൂടി നമ്മൾ മറന്നുകൊണ്ട് അല്ലെ. ഈ എന്താ പറയാ ഈ പറഞ്ഞ പോലെ നിർജീവമായിട്ടുള്ള നാടിന് മഴ മൂലം ജീവൻ നൽകുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങൾക്ക് അല്ലെ പരിശുദ്ധ ഖുർആൻ വഴി ജീവൻ നൽകുക. അപ്പൊ അതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. സമയമായിട്ടില്ലേ, നേരത്തെ കഴിഞ്ഞ 3:21 അല്ലെ. അൽഹംദുലില്ലാഹ്. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും മഴയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും? ഇൻഷാ അല്ലാഹ് എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. മഴയെ പറ്റി ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ഇത്രയും ഉയരത്തുനിന്ന് വീണിട്ട് നമുക്ക് ഒന്നും സംഭവിക്കാത്തതിനെ പറ്റിയൊക്കെ ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ കാണലിന് മഴ ഒരു ആഴത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല സത്യത്തിൽ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് അത്രയും ഉയരത്തുനിന്ന് വീണിട്ട് ഒന്നും സംഭവിക്കാതെ ഒരു തുള്ളി 3 ലക്ഷം കനമുള്ള മേഘം ഓരോ സ്ഥലത്ത് മഴ കൂടുതൽ മഴ കുറച്ചിങ്ങനെ കൊടുക്കുന്നില്ലേ, അപ്പൊ ഓരോ മേഘം പൊട്ടിക്കായിരിക്കും. 3 ലക്ഷം ഭയങ്കര കനമുള്ള മേഘങ്ങൾ ഉണ്ട് എന്നല്ല പറയുന്നത്. അപ്പൊ അങ്ങനെ കൂടുതൽ മഴ കിട്ടുന്നത് ആ മേഘം ഇതാകുമ്പോഴായിരിക്കും അല്ലെ. മഴത്തുള്ളി അത്രയും ഉയരത്തുനിന്ന് വീണിട്ട് നമുക്ക് എഴുന്നേൽക്കുകയൊന്നും ചെയ്യാത്ത രീതിയിൽ സംവിധാനിച്ചു.